എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിമോൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ മാങ്ങയുടെ കായ്ച്ച ശല്യത്തെക്കുറിച്ചുള്ളതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മുടെ കേരളത്തിലെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി കുറവാണെങ്കിലും എല്ലാ വീടുകളിലും നമുക്ക് മാവുണ്ട്. കേരളത്തിൽ വിവിധ ഇനം നാടൻ മാവുകളുണ്ട്. ചന്ദ്രക്കാരൻ, കോട്ടൂർക്കോണം, മൂവാണ്ടൻ, പ്രിയൂര്, അതുപോലെ ഓളോറ്, കുറ്റ്യാട്ടൂർ മുതലായവ. ഈ നാടൻ മാവുകളുടെ മാങ്ങയുടെ തൊലിക്ക് നല്ല കനമാണുള്ളത്. അതുകൊണ്ട് പൊതുവെ നല്ല കീട പ്രതിരോധ ശേഷിയുണ്ട്. എന്നാൽ സങ്കര ഇനം മാവുകൾക്ക് പൊതുവെ രോഗപ്രതിരോധ ശേഷി കുറവാണ്. ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാങ്ങയുടെ 25% മുകളിൽ വിവിധ കാരണങ്ങളാൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രധാന കാരണം കായീച്ചയുടെ ശല്യമാണ്. തേനീച്ചയുടെ രൂപത്തോട് സാമ്യമുള്ള ഒരു കീടമാണ് കായീച്ച. ഇവയുടെ ജീവിതകാലം 4 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ആദ്യ ഘട്ടത്തിൽ കായീച്ച മാങ്ങയുടെ തൊലിക്കടിയിൽ മുട്ടയിടുന്നു. ഇങ്ങനെ മുട്ടയിടുന്ന ഭാഗത്ത് കറുത്ത പാടോ പശ പോലെയുള്ള ഒരു ദ്രാവകം ഒഴുകി വരുന്നതോ കാണാം. 2 ദിവസത്തിനുള്ളിൽ മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കളാകുന്നു. ഈ പുഴുക്കൾ മാങ്ങയുടെ പൾപ്പ് കഴിച്ച് 8-10 ദിവസം വരെ ജീവിക്കുന്നു. ഈ സമയത്ത് മാങ്ങ പഴുത്തതായോ അതുപോലെ കേടായതോ ലക്ഷണങ്ങൾ കാണിക്കും. അടുത്ത ഘട്ടത്തിൽ ഈ മാങ്ങ തനിയെ അടന്ന് താഴേക്ക് വീഴുന്നു. ഈ വീഴ്ചയിൽ മാങ്ങ പൊട്ടിക്കീറി പുഴുക്കൾ മണ്ണിലേക്ക് പോകുന്നു. മണ്ണിൽ ഒരു 10 മുതൽ 15 സെൻറ്റിമീറ്റർ താഴെ വരെ ജീവിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. 8-10 ദിവസം കഴിയുമ്പോൾ ഈ പുഴുക്കൾ ഈച്ചയായിട്ട് പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ വരുന്ന ഈച്ചയ്ക്ക് ഒരു 40 മുതൽ 45 ദിവസം വരെ ആയുസ്സുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇവർ 100 കണക്കിന് മാങ്ങ നശിപ്പിക്കുകയും 2-3 തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ കായീച്ചയുടെ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം. ആദ്യത്തേത്, മാങ്ങകൾ ഒരു അരപ്പരുവം ആകുമ്പോൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിയുക. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1 ഏക്കറിന് 10 എന്ന കണക്കിന് ഫിറമോൺ കെണികൾ ഉപയോഗിക്കുക. ഈ ഫിറമോൺ കെണികൾ ഉപയോഗിക്കുമ്പോൾ ആണീച്ചകൾ അതിൽ ആകർഷകരായി വീഴുകയും പെണ്ണീച്ചകൾ ഇടുന്ന മുട്ടകൾ വിരിയാതെ വരികയും ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാവിൻ്റെ ചൂട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കേടായി വീഴുന്ന മാങ്ങകൾ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഈ പുഴുക്കളെ കൊല്ലുക. അതിനുശേഷം ആഴത്തിൽ കുഴിയെടുത്ത് മൂടുക. ഇനി ഫിറമോൺ കണി എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫിറമോൺ കേക്കും അതുപോലെ ഒരു ഫിറമോൺ ട്രാപ്പുമാണ്. ഇതാണ് ഫിറമോൺ ട്രാപ്പ്. ഇത് നമുക്ക് അഗ്രി ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. 110 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ അടിഭാഗത്തൊരു കപ്പ് പോലെയുള്ളൊരു ഭാഗവും അതുപോലെ ഇവിടെ ഒരു ഹാങ്ങർ പോലൊരു സാധനമുണ്ട്. ഇതിലാണ് നമ്മൾ ഈ ഫിറമോണിൻ്റെ കേക്ക് വയ്ക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അടപ്പുണ്ട്. ഈ അടപ്പ് തുറന്നു കഴിഞ്ഞാൽ 4 ദ്വാരങ്ങൾ കാണാൻ പറ്റും. ഇതിലൂടെയാണ് ഈച്ച അകത്ത് കിടക്കുന്നത്. അകത്ത് കിടന്നാൽ പിന്നെ ഈച്ച പൊതുവെ പുറത്തിറങ്ങാൻ പറ്റാറില്ല. ഇതാണ് ഫിറമോൺ. ഇതൊരു കേക്ക് പോലൊരു സാധനമാണ്. ഇതിന് 50 രൂപയാണ് വില. നമ്മൾ ഈ കായ്ച്ചയ്ക്കുള്ള ഫിറമോൺ വാങ്ങുമ്പോൾ അത് ഫ്രൂട്ട്സിനുള്ളത് പ്രത്യേകം വാങ്ങിക്കണം. 2 തരം കായ്ച്ച ഫിറമോണുണ്ട്, പച്ചക്കറിക്കുള്ളതും അതുപോലെ ഫ്രൂട്ട്സിനുള്ളതും. നമുക്കിവിടെ ആവശ്യം ഫ്രൂട്ട്സിനുള്ള ഫിറമോണാണ്. ഇത് നമുക്ക് അഗ്രി ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മൾ ഈ ഫിറമോണ് നമ്മൾ ഈ കപ്പിൽ ഇങ്ങനെ വയ്ക്കണം. ഇപ്പോൾ തന്നെ ഈച്ച വന്നു കഴിഞ്ഞു. അതിൻ്റെ ആ സ്മെല്ലടിച്ചിട്ട് ഈ ആണീച്ചകൾ എല്ലാമാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഈ പെണ്ണീച്ചയുടെ സ്മെല്ല് ആണ് ഈ കേക്കിൽ നിന്ന് വരുന്നത്. പ്രത്യേകതരം സ്മെല്ലാണ് ഇതിനുള്ളത്. ഇനി നമ്മൾ ഈ കപ്പ് ഇങ്ങനെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് നമ്മളൊരു നാട ഉപയോഗിച്ച് മാവിൻ്റെ കമ്പിൽ കെട്ടി തൂക്കിയിടണം. ഇത് ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് മാങ്ങ ഒരു 3/4 പരുവമാകുമ്പോഴാണ്. പുതിയ കായ്ച്ചക്കടി കെട്ടി ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഈച്ചകൾ വന്നു തുടങ്ങി. ഒരു ഈച്ച ഓൾറെഡി അതിനകത്ത് ചാടിയിട്ടുണ്ട്. ഇത് ഒരാഴ്ച മുമ്പ് തൂക്കിയിട്ടിരിക്കുന്ന ഒരു കായ്ച്ചക്കണിയാണ്. ഇതിൽ ധാരാളം കായ്ച്ചകൾ വന്ന് ചാടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം.
അതുപോലെ തന്നെ നമുക്ക് ഈ മാവിൻ്റെ ചൂട് ചെറുതായിട്ട് കിളച്ചിട്ട് അവിടെ കുമ്മായം വിതറി കൊടുക്കാം. ഇങ്ങനെ കുമ്മായം വിതറുമ്പോൾ ഈ മണ്ണിലുള്ള പുഴുക്കളൊക്കെ കുറേ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഈ മാവിൻ്റെ ഇലകളിലാണ് ഈ ഈച്ചകൾ വിശ്രമിക്കുന്നത്. ഇവയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മാലത്തിയോൺ എന്ന മരുന്ന് ഈ അഗ്രി ഷോപ്പുകൾ വാങ്ങാൻ കിട്ടും. അത് ഒരു 2 ml 10 ഗ്രാം ശർക്കരയുമായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ശിഖരങ്ങളിൽ തളിച്ചു കൊടുക്കാം. ഇത് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതുകൂടാതെ മാങ്ങ നേരത്തെ വിളവെടുക്കുന്നത് ഈ ഈച്ചയുടെ കുത്ത് ഒഴിവാക്കി കിട്ടാൻ നമുക്ക് സഹായിക്കും. വിളവെടുത്ത മാങ്ങകൾ ഒരു 45 ഡിഗ്രി ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് നേരം സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം ഇത് എടുത്ത് തുടച്ച് വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ തൊലിക്കടിയിലുള്ള മുട്ടകളെല്ലാം നശിച്ചു പോകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂട് അധികമാകാൻ പാടില്ല. അതുപോലെ കൂടുതൽ സമയം വയ്ക്കുകയും ചെയ്യരുത്. പുതുതായി മാവിൻ തൈകൾ നടുന്നവർ തൊലിക്കനം കൂടിയ മാങ്ങ ഉണ്ടാകുന്ന ഇനങ്ങൾ നടുവാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് മൂവാണ്ടൻ, കുളമ്പ്, കുറ്റ്യാട്ടൂർ, ഓളോർ, കാലാപ്പാടി തുടങ്ങിയ ഇനങ്ങൾ. ഇത്തരം ഇനങ്ങളുടെ മാങ്ങയ്ക്ക് താരതമ്യേന തൊലിക്കട്ടി കൂടുതലുള്ളതുകൊണ്ട് ഈച്ചയുടെ ശല്യം കുറവായിരിക്കും. അതുകൂടാതെ മാവിൻ തൈകൾ നടുന്നവർ പ്രൂണിംഗ് നടത്തി അവയുടെ വലിപ്പം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു 20 അടിയൊക്കെ ഉയരം നിലനിർത്തിയാൽ മതിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവിന് ഒരു കുടയുടെ ഷേപ്പ് കിട്ടുകയും നമുക്ക് വിളവെടുപ്പ്, കീടനിയന്ത്രണം, പരിപാലനമൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ല ഒരു മാമ്പഴക്കാലം ആശംസിക്കുന്നു. നന്ദി.